നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ റീജിത്ത്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ ഗവർണർ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനോടാണ് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം കാര്യങ്ങൾ വിശദീകരിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ട്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ വർഷം ഒക്ടോബർ വരെ മാത്രം 11,302 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. സായുധ സേനയുടെ അകമ്പടിയോടെയുള്ള യുവതീ പ്രവേശനമല്ല KPMS ആഗ്രഹിച്ചതെന്ന് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. യുവതികൾക്ക് സ്വതന്ത്രമായി ശബരിമല സന്ദർശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പാർലമെന്ററി രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും 24-ന്റെ 360-യിൽ പങ്കെടുത്ത് പുന്നല ശ്രീകുമാർ പറഞ്ഞു. പേരാമ്പ്ര ടൗൺ ജുമാ മസ്ജിദിൽ കല്ലെറിഞ്ഞ കേസിൽ പ്രാദേശിക CPM നേതാവ് അറസ്റ്റിൽ. ആവള ബ്രാഞ്ച് സെക്രട്ടറി അതുൽ ദാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷത്തിനിടെയാണ് പള്ളിക്ക് നേരെ കല്ലേറുണ്ടായത്. നെഹ്റു കോളേജ് മാനേജ്മെന്റ് മനഃപൂർവ്വം തോൽപ്പിച്ചതായി കണ്ടെത്തിയ വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ വിജയം. പാമ്പാടി നെഹ്റു കോളേജിലെ അതുൽ, ജോസ്, മുഹമ്മദ് ആഷിഖ് എന്നിവരാണ് ആരോഗ്യ സർവകലാശാല നേരിട്ട് പ്രായോഗിക പരീക്ഷ നടത്തിയപ്പോൾ വിജയിച്ചത്. ജിഷ്ണു പ്രണോയ് കേസിലെ സാക്ഷികളായ വിദ്യാർത്ഥികളെ കോളേജ് മനഃപൂർവ്വം തോൽപ്പിച്ചെന്ന വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ജിഷ്ണു പ്രണോയ് കേസിൽ CBIയുടെ നിർണായക കണ്ടെത്തലുകൾ 24-ന്. ജിഷ്ണു കോപ്പി അടിച്ചിട്ടില്ല എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ജിഷ്ണുവിന്റെ പരീക്ഷാ പേപ്പർ CBI പുനർമൂല്യനിർണ്ണയം നടത്തി. മാനേജ്മെന്റ് ജിഷ്ണുവിനോട് പകപോക്കുകയായിരുന്നുവെന്നും CBI അന്വേഷണ സംഘം കണ്ടെത്തി. അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയേകി ബ്രിട്ടന്റെ യാത്രാ മുന്നറിയിപ്പ്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യാപക ആക്രമണം നടക്കുന്നതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് രാജ്യത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകി. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം അതിബൃഹത്തായ കർത്തവ്യമാണെന്നും ഇതിനായി സർക്കാർ ജീവനക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലവർഷക്കെടുതിയെ മറികടക്കുന്നതിൽ ജീവനക്കാർ പ്രകടിപ്പിച്ച കരുത്തും അർപ്പണവും ഇനിയും ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ കീഴിലുള്ള LPG ഉപഭോക്താക്കളുടെ ലിസ്റ്റ് വിപുലീകരിക്കുന്നു. 8 കോടി നിക്ഷേപരഹിത LPG കണക്ഷൻ നൽകാനാണ് തീരുമാനം. ഇതിനായി 12,800 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള 1,25,025 ഹജ്ജ് സീറ്റുകൾ വീതിച്ചു. ഇതനുസരിച്ച് കേരളത്തിൽ നിന്ന് 11,472 പേർക്കാണ് ഹജ്ജ് യാത്രയ്ക്ക് അവസരമൊരുക്കുക. 43,115 അപേക്ഷകരാണ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ വീണ്ടും അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളും നാളെ ഇരുസഭകളിലും ചർച്ചയാകും. കേരളത്തിലുണ്ടായ പ്രളയവും അനുബന്ധ വിഷയങ്ങളും സംബന്ധിച്ച് നാളെ ലോക്സഭ ഹ്രസ്വ ചർച്ച നടത്തും. ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കില്ലെന്നും സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ജീവനക്കാരുടെ RSS പ്രവർത്തനം വിലക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ ഉടൻ പിൻവലിക്കും. പേഴ്സണൽ മന്ത്രാലയം ഉത്തരവ് പിൻവലിക്കാൻ നടപടികൾ തുടങ്ങി. BMSന്റെ ഭാഗമായ ജീവനക്കാരുടെ സംഘടന പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഘപരിവാർ സംഘടനകളുടെ സംയുക്ത സമ്മേളനത്തിന് ഇന്ന് ചെന്നൈയിൽ തുടക്കമാകും. അയോധ്യ വിഷയത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ RSSഉം BHPയും അടക്കം 30 സംഘപരിവാർ സംഘടനകൾ ഭാഗമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15, 27 തീയതികളിൽ കേരളത്തിലെത്തും. 15-ന് കൊല്ലത്തും 27-ന് തൃശൂരിലും നടക്കുന്ന പാർട്ടി പൊതുസമ്മേളനങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധിയെ ബഹുമാനിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസിന്റെ ഔദ്യോഗിക വക്താവ് ഫർഹാൻ ഹഖ. ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് അക്രമ സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ വിഷയത്തിൽ നിലപാടിനെക്കുറിച്ച് ആരാഞ്ഞപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ കസ്റ്റഡിയിലുള്ള ക്രിസ്ത്യൻ മിഷേലിന് മറ്റ് പ്രതിരോധ ഇടപാടുകളിലും പങ്കുണ്ടെന്ന് സൂചനയുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഡൽഹി പാട്യാല ഹൌസ് കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യം അറിയിച്ചത്.
മേഘാലയയിലെ ഖരിയിലകപ്പെട്ട തൊഴിലാളികളെ രക്ഷിക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനും മേഘാലയ സർക്കാരിനും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതേസമയം രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. ഡിസംബർ 13-നാണ് മേഘാലയയിലെ അനധികൃത ഖനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 15 തൊഴിലാളികൾ അകപ്പെട്ടത്. തെക്കൻ ചൈന കടലിൽ രൂപപ്പെട്ട പാബുക് ചുഴലിക്കാറ്റ് ആൻഡമാനിലേക്ക് നീങ്ങുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതേ തുടർന്ന് ആൻഡമാനിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 70 മുതൽ 90 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. തെലങ്കാന നിയമസഭാ സമ്മേളനം ജനുവരി 17-ന് തുടങ്ങും. 4 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് സഭയുടെ മുഖ്യ അജണ്ട. പ്രോടൈം സ്പീക്കറായി മുംതാസ് അഹമ്മദ് ഖാൻ സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കും. ബിജെപിക്കെതിരെ എസ്പിയും ബിഎസ്പിയും കോൺഗ്രസിനൊപ്പം മഹാസഖ്യത്തിനുണ്ടാകുമെന്ന വാർത്തകളെ തള്ളിക്കൊണ്ട് സമാജ്വാദി പാർട്ടി ദേശീയ വക്താവ് രാജേന്ദ്ര ചൌധരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ. ആകെയുള്ള 28 ലോക്സഭാ സീറ്റിൽ 12 സീറ്റിൽ മത്സരിക്കണമെന്നതാണ് ജനതാദള തീരുമാനമെന്നും ദേവഗൌഡ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒഡീഷയ്ക്ക് 4500 കോടിയുടെ കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. പദ്ധതിയുടെ ഉദ്ഘാടനം പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ പ്രകാശ് രാജ് ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കും. ട്വിറ്ററിലൂടെയാണ് പ്രകാശ് രാജ് ഇക്കാര്യം അറിയിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും മണ്ഡലം സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രകാശ് രാജിന് പിന്തുണ പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി. പ്രകാശ് രാജിന്റെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് ആം ആദ്മി നേതാവ് മനീഷ് സിസോദിയാണ് രംഗത്ത് വന്നത്. ഒഡിയ നടി സിമ്രാൻ സിംഗിന്റെ കൊലപാതകത്തിൽ ഭർത്താവ് യുക്സുണയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ചയാണ് സിമ്രാൻ സിംഗിന്റെ മൃതദേഹം സാബൽപൂരിലെ മഹാനദി പാലത്തിനരികിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. ഇന്ത്യൻ റെയിൽവേ വിഭാഗത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ ഉടൻ നികത്തണമെന്ന് റെയിൽവേ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ച് പാർലമെന്ററി സമിതി. ഇന്ത്യൻ റെയിൽവേ സുരക്ഷാ വിഭാഗത്തിൽ നിലവിൽ 40% തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ തൊഴിൽ നഷ്ടമായത് 1,10,00,000 പേർക്ക്. അവരിൽ ഭൂരിഭാഗവും ഗ്രാമത്തിൽ നിന്നുള്ളവരും കൂലിപ്പണിക്കാരുമാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നതായും സ്വകാര്യ വ്യവസായ വിവരദാതാക്കളായ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശിലെ 40 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ ഫെബ്രുവരി 6 മുതൽ പണിമുടക്കും. പഴയ പെൻഷൻ സ്കീമുകൾ പുനഃസ്ഥാപിക്കാനാണ് സമരം. ഓൾഡ് പെൻഷൻ റീസ്റ്റോറേഷൻ ഫോറമാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഉത്തർപ്രദേശിൽ തെരുവിലലയുന്ന എല്ലാ പശുക്കളെയും ഈ മാസം 10-ന് മുമ്പ് സംരക്ഷണ കേന്ദ്രങ്ങളിൽ എത്തിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കർശന നിർദ്ദേശം. നേരത്തെ പശുക്കൾക്ക് സംരക്ഷണ കേന്ദ്രങ്ങൾ പണിയാനായി മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് 160 കോടി രൂപ നൽകിയിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും മറ്റെല്ലാവരെയും പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് എ കെ സിക്രി. മാനസിക രോഗം കേവലം ഒരു ആരോഗ്യ പ്രശ്നമല്ലെന്നും മറിച്ച് അത്തരക്കാരുടെ മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ച പ്രശ്നം കൂടിയായി ഇതിനെ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ തെലുങ്കുദേശം പാർട്ടിയുടെയും ബിജെപിയുടെയും പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ആന്ധ്രാപ്രദേശിലെ ബിജെപി പ്രസിഡന്റ് കണ്ണ ലക്ഷ്മി നാരായണയുടെ വസതിക്ക് മുന്നിൽ നടന്ന ധർണയ്ക്കിടെയാണ് ആക്രമണമുണ്ടായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പശ്ചിമബംഗാളിൽ 23-ലധികം സീറ്റുകൾ നേടുമെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. ബംഗാളിൽ പുതിയ മാറ്റമുണ്ടാകാൻ പോവുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ മാസം 9-ന് സംസ്ഥാനത്തെ കർഷകരെ അഭിസംബോധന ചെയ്യുമെന്ന് രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് പറഞ്ഞു. ഇതിനു മുന്നോടിയായി ജയ്പൂരിൽ കർഷക റാലി സംഘടിപ്പിക്കുമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. സ്വന്തം മണ്ഡലമായ അമേഠിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ജനുവരി 22, 23 തീയതികളിൽ സന്ദർശനം നടത്തും. ജനുവരി 4-ന് നടത്താനിരുന്ന സന്ദർശനം പാർലമെന്റിലെ റഫാൽ ചർച്ചയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. അനധികൃത മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലും ഉത്തർപ്രദേശിലും സിബിഐ റെയ്ഡ് നടത്തി. യു.പി. മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെ സിബിഐ വിളിച്ചു വരുത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 2012-16 കാലഘട്ടത്തിൽ മണൽ ഖനനത്തിനുള്ള ലൈസൻസുകൾ പുതുക്കി നൽകിയെന്ന പരാതിയിലാണ് പരിശോധന നടന്നത്.
ഹിമാചൽ പ്രദേശിലുണ്ടായ ബസ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8 തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന ആരുഷി എന്ന പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പറന്നുയർന്ന വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. ഇൻഡിഗോയുടെ 6E923 വിമാനമാണ് തിരിച്ചിറക്കിയത്. എഞ്ചിന്റെ ഗ്ലൈഡുകൾക്ക് തകരാർ സംഭവിച്ചതായി റിപ്പോർട്ട്. സംസ്ഥാനത്ത് 1 ലക്ഷത്തിലേറെ പട്ടയങ്ങളുടെ വിതരണം ഈ മാസം പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. പാലക്കാട് 3253 പേർക്ക് പട്ടയം നൽകി. മണ്ണാർക്കാട്, ചിറ്റൂർ താലൂക്കുകളിലുള്ള 931 ആദിവാസികൾക്കും പട്ടയം വിതരണം ചെയ്തു. KPCC ആഹ്വാനപ്രകാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ പ്രധാന കേന്ദ്രങ്ങളിൽ സമാധാന സന്ദേശ സദസ്സ് സംഘടിപ്പിക്കും. CPIM BJP പ്രവർത്തകർ തമ്മിൽ നാട്ടിൽ നടത്തുന്ന അക്രമ സംഭവങ്ങളും നിലവിലെ ക്രമസമാധാന തകർച്ച പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമാണ് സമാധാന സന്ദേശ യാത്രയെന്ന് നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് RPF ക്രൈം സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ട്രെയിനിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 കിലോ വെള്ളി പിടികൂടി. കാശിഗുഡ എക്സ്പ്രസിൽ സേലത്ത് നിന്ന് കൊണ്ടുവന്ന വെള്ളിയാണ് പിടികൂടിയത്. സേലം സ്വദേശി ഷാജഹാൻ പിടിയിലായി. താമരശ്ശേരി അമ്പായത്തോട് മിച്ചഭൂമി കോളനിയിൽ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു. ഹൈക്കോടതി ഉത്തരവുമായി എത്തിയ താമരശ്ശേരി തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തെയും പോലീസിനെയുമാണ് CPMന്റെ നേതൃത്വത്തിൽ തടഞ്ഞത്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 25ഓളം മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിലായി. കോതമംഗലം സ്വദേശി MV ബിജു വർഗീസ് എന്ന ആസിഡ് ബിജുവിനെയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പിരിച്ചുവിട്ട 42 താൽക്കാലിക ജീവനക്കാർ അനിശ്ചിതകാല സമരം തുടങ്ങി. നിപ കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരാണ് സമരം തുടങ്ങിയത്. ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി നൽകുക, സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. കണ്ണൂർ ജില്ലയിൽ പൂർണ്ണമായി സമാധാനം ഉറപ്പാക്കാൻ കലക്ടർ മേയർ മുഹമ്മദ് അലി വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൽ ധാരണ. യോഗത്തിൽ CPIM BJP നേതാക്കൾ പങ്കെടുത്തു. 2 ദിവസത്തേക്ക് പ്രകടനങ്ങൾ നടത്തില്ലെന്ന് ഇരു പാർട്ടികളും സമ്മതിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ അക്രമസമരം നടത്തുന്നവരെ സർക്കാർ കർശനമായി നേരിടുമെന്ന് മന്ത്രി AC മൊയ്തീൻ. പ്രളയകാലത്ത് കേരളത്തിലുണ്ടായ ഐക്യം തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ സ്ത്രീകളടക്കമുള്ളവർ തയ്യാറായില്ല എന്നതിന്റെ ഉദാഹരണമാണ് വനിതാ മതിലെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തമുണ്ടായാൽ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് സ്കൂൾ തലം മുതൽ പരിശീലനം നൽകണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ദുരന്ത ലഘൂകരണ വിഭാഗം മേധാവി ഡോക്ടർ മുരളി തുമാരക്കുടി പറഞ്ഞു. മറ്റുള്ളവർക്ക് അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ് എന്ന് കരുതിയിരുന്ന മലയാളികൾക്കുള്ള മറുപടിയായിരുന്നു ഓഖി, നിപ്പ, വെള്ളപ്പൊക്കം എന്നിവയെന്നും മുരളി തുമാരക്കുടി പറഞ്ഞു. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള അനധികൃത കുടിയേറ്റം 5 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ. 2018-ൽ 1.5 ലക്ഷം വിദേശികളാണ് അനധികൃതമായി മേഖലയിൽ പ്രവേശിച്ചത്. 2013-ന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. അമേരിക്കയിൽ താമസിച്ചു പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ പഠിക്കുന്ന ഇത്തരക്കാർ രാജ്യത്തിനായി ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ വിമർശനം. മറ്റു രാജ്യങ്ങൾക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷ നൽകുന്നതിന് ഏർപ്പെടുത്തിയ പരിധി ഇല്ലാതാക്കാനുള്ള തീരുമാനവുമായി അമേരിക്ക. പുതിയ തീരുമാനം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഏറെ ഗുണകരമാകും എന്നാണ് വിലയിരുത്തൽ. കുടിയേറ്റക്കാർക്ക് US-ൽ സ്ഥിരതാമസത്തിനും തൊഴിലെടുക്കുന്നതിനും അനുമതി നൽകുന്നതാണ് ഗ്രീൻ കാർഡ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഭരണത്തിൽ ഭൂരിഭാഗം ജനങ്ങളും അതൃപ്തരാണെന്ന് സർവേ റിപ്പോർട്ട്. ഫിഗാരോ പത്രം നടത്തിയ സർവേ പ്രകാരം 25% ജനങ്ങൾ മാത്രമാണ് മാക്രോണിന് പിന്തുണ നൽകുന്നത്. പോളണ്ടിലുണ്ടായ വലിയ തീപിടുത്തത്തിൽ 5 പെൺകുട്ടികൾ മരിച്ചു. സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിനിടെ മുറിയിൽ തീപിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയ അമേരിക്ക. കനേഡിയൻ പൗരന്മാരെ ചൈന തടഞ്ഞുവെച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അങ്കാറയിലേക്കുള്ള ദ്വിദിന സന്ദർശനത്തിനിടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പരാമർശം. പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തി തുർക്കി. മെഡിറ്ററേനിയൻ കടലിനെ സംരക്ഷിക്കാനുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ഗവൺമെന്റിന്റെ പുതിയ നിയമം. അടിമ നിയമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹംഗേറിയയിൽ പ്രതിഷേധം തുടരുന്നു. തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ നടന്ന റാലിയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. തൊഴിലാളികൾ വർഷം 400 മണിക്കൂർ അധിക സേവനം നടത്തണമെന്നതാണ് ഹംഗേറിയയിലെ അടിമ നിയമം.
അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ തങ്ങൾക്ക് വിൽക്കുന്നതിൽ തീരുമാനമെടുക്കണമെന്ന് ഇസ്രയേലിനോട് ക്രൊയേഷ്യ. ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ ഓർഡർ പിൻവലിക്കുമെന്നും ക്രൊയേഷ്യ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ വാങ്ങുവാൻ $50 കോടി ഓർഡറാണ് ക്രൊയേഷ്യ നൽകിയിരിക്കുന്നത്. മലഞ്ചെരുവിൽ നിന്ന് സെൽഫി എടുക്കുന്നതിനിടെ കാൽ വഴുതി വീണ് ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു. ഡബ്ലിൻ സർവകലാശാലയിലെ 20-കാരനായ വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഡബ്ലിനിലെ കൗണ്ടി ക്ലെയറിലുള്ള മൊഹർ മലഞ്ചെരുവിൽ നിന്ന് സെൽഫി എടുക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ കുവൈത്തിൽ 2018 വാഹനാപകടത്തിൽ മരിച്ചവരുടെ കണക്ക് ഗതാഗത വകുപ്പ് പുറത്തുവിട്ടു. 401 പേരാണ് ഇത്തരത്തിൽ മരിച്ചത്. 2 വർഷമായി വാഹനാപകടങ്ങളിലെ മരണനിരക്ക് കുറഞ്ഞു വരികയായിരുന്നു. സൗദിയിൽ 5 മേഖലകളിലെ സ്വദേശിവൽക്കരണം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. 70% ഈ മേഖലകളിലെ സ്വദേശിവൽക്കരണം. ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ വിദേശികളാണ്. സൗദിയിൽ ചെറുകിട സ്ഥാപനങ്ങൾക്ക് ലെവി അടയ്ക്കുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന ഇളവ് അവസാനിപ്പിച്ചു. ഇളവ് കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികളുടെ സാമ്പത്തിക ബാധ്യത ഇതുമൂലം വർദ്ധിക്കും. 2018 അവസാന ആഴ്ചയിൽ അതിർത്തി മാർഗങ്ങളിലൂടെ ദുബായിലേക്ക് യാത്ര ചെയ്തത് 18 ലക്ഷം യാത്രക്കാർ. ഡിസംബർ 23 മുതൽ 2019 ജനുവരി 1 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയും ആളുകൾ ദുബായിലേക്ക് കര, വ്യോമ, കടൽ മാർഗങ്ങളിലൂടെ യാത്ര ചെയ്തതായി അറിയിച്ചിരിക്കുന്നു. ജീവനക്കാർക്ക് അവധിയെടുക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ UAE നിലവിൽ വന്നു. വാർഷിക അവധിയും മെഡിക്കൽ അവധിയും ഉൾപ്പെടെ 12 ഇനത്തിൽപ്പെട്ട അവധികളാണ് ജീവനക്കാർക്ക് ലഭ്യമാക്കുന്നത്. വർഷത്തിൽ പരമാവധി 90 ദിവസം വരെ മെഡിക്കൽ ലീവ് എടുക്കാൻ കഴിയും. എമിറേറ്റ്സ് വിമാന കമ്പനിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി UAE നിവാസികൾക്ക് 500 ടിക്കറ്റുകൾ സൗജന്യമായി നൽകുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച സന്ദേശം തെറ്റാണെന്ന് എമിറേറ്റ്സ് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് സ്വദേശിവൽക്കരണം ശക്തമാക്കിയ ഒമാൻ അധികൃതർ. കമ്പനികളിൽ ജീവനക്കാരെ എടുക്കുമ്പോൾ ആദ്യം സ്വദേശികളെ പരിഗണിക്കണം. ശേഷം ആവശ്യമെങ്കിൽ മാത്രമേ വിദേശികളെ പരിഗണിക്കാവൂ എന്നാണ് അധികൃതരുടെ നിർദ്ദേശം. കണ്ണൂരിലേക്ക് സർവീസ് നടത്താൻ ശ്രീലങ്കൻ എയർവേസും തയ്യാറാകുന്നു. സർവീസിന് അനുമതി ലഭിച്ചതായും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏപ്രിലിൽ സർവീസ് ആരംഭിക്കുമെന്നും ശ്രീലങ്കൻ എയർവേസ് കൺട്രി മാനേജർ ഷാറുഖ വിക്രമ വ്യക്തമാക്കി. ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ സിനിമയ്ക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി. സിനിമയുടെ ട്രെയിലർ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. സിനിമയിലൂടെ വസ്തുതകളെ തെറ്റിദ്ധരിപ്പിച്ച് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണെന്നും ഹർജിയിൽ പറയുന്നു. ഖത്തറിൽ ഖത്താറ എക്സ്പ്ലനേഡിലെ കാപ്പി ഉത്സവം ശ്രദ്ധേയമാകുന്നു. ഇത് 3-ാം തവണയാണ് കഫ്നേറ്റഡ് എന്ന പേരിൽ കാപ്പി ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഇത്തവണ 70 പ്രദർശകരാണ് ഉത്സവത്തിൽ ഉള്ളത്. പരമ്പരാഗത കാപ്പിക്കടകൾ മാത്രമല്ല, ഏറ്റവും പുതിയ കാപ്പി സ്റ്റാളുകൾ വരെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൗദിയിൽ നിന്ന് വിസ റദ്ദാക്കി പോയവർക്ക് പുതിയ വിസയിൽ വരണമെങ്കിൽ ഫൈനൽ എക്സിറ്റ് സ്റ്റാമ്പ് നിർബന്ധമാക്കി. പുതിയ വിസ അപേക്ഷയോടൊപ്പമാണ് എക്സിറ്റ് പേപ്പർ സമർപ്പിക്കേണ്ടത്. നാളെ മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. UAE വിദേശികൾക്ക് മാത്രമായി പ്രത്യേക റിട്ടയർഡ് വിസ നൽകാൻ തീരുമാനം. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും UAE തന്നെ ജീവിതം തുടരാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്കാണ് പ്രത്യേക വിസ ലഭ്യമാകുക. 20 ലക്ഷം ദിർഹത്തിന്റെ വസ്തുവോ 10 ലക്ഷം ദിർഹത്തിന്റെ ബാങ്ക് നിക്ഷേപമോ സ്വന്തമായി ഉള്ളവർക്കാണ് 5 വർഷ വിസ അനുവദിക്കുക എന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റായ ഷോപ്പ് ബഹ്റൈന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ടൂറിസം, ചില്ലറ വിൽപ്പന രംഗത്ത് വിവിധ ഓഫറുകളും സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. ചിത്രസന്ധ്യയ്ക്ക് ബംഗളൂരുവിൽ തുടക്കമായി. 2 കിലോമീറ്റർ ദൂരത്തിൽ 1200 സ്റ്റാളുകളിലായി നടക്കുന്ന ചിത്ര പ്രദർശനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്നു. ജല്ലിക്കെട്ടിനൊരുങ്ങി തമിഴ്നാട്. മധുരയിലെ അലങ്കാനല്ലൂർ, ആവണിയാപുരം, പാലമേട് എന്നിവിടങ്ങളിലാണ് മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായത്. ജനുവരി 15 മുതൽ 18 വരെയാണ് ജല്ലിക്കെട്ട് മത്സരങ്ങൾ നടക്കുക. ചന്ദ്രനെ ചുവപ്പ് നിറത്തിലോ തവിട്ട് നിറത്തിലോ കാണപ്പെടുന്ന പ്രതിഭാസമായ ബ്ലഡ് മൂൺ വീണ്ടും എത്തുമെന്ന് റിപ്പോർട്ട്. ജനുവരി 20, 21 തീയതികളിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുക എന്നാണ് നാഷണൽ ജിയോഗ്രഫിക് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആപ്പിളിന്റെ ചരിത്രത്തിലാദ്യമായി ഓഹരി മൂല്യത്തിൽ വന്നിടിവ്. ഐഫോണിലെ ബാറ്ററി പ്രശ്നങ്ങളും ചൈനീസ് വിപണിയിൽ നേരിട്ട തിരിച്ചടിയുമാണ് ഐഫോണിന്റെ ഓഹരി മൂല്യം ഇടിയാൻ കാരണം. 3 മാസം മുമ്പ് ഏറ്റവും മൂല്യമുള്ള 3ാമത്തെ കമ്പനിയായിരുന്നു ആപ്പിൾ. പുതുവർഷത്തിൽ റിയൽമി യോഡേയ്സ് അവതരിപ്പിച്ച റിയൽമി, ആമസോൺ, ഫ്ലിപ്കാർട്ട്, റിയൽമിയുടെ ഓൺലൈൻ സ്റ്റോർ എന്നിവയിൽ ജനുവരി 7 മുതൽ റിയൽമി മൊബൈൽ ഫോണുകളുടെ പുതിയ മിടുക്കനെത്തും.
7 ക്യാമറകളുള്ള നോക്കിയ 9 പവറിയോ ഉടൻ വിപണിയിലെത്തും. പുതിയ മോഡലിന് 5 പിൻ ക്യാമറകളും മുന്നിൽ 2 ക്യാമറകളും ഉണ്ടായിരിക്കുമെന്നാണ് സൂചന. ചൈനീസ് ബ്രാൻഡായ ഷവോമി ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്ന സ്ക്രീനുള്ള ടാബ്ലറ്റ് നിർമ്മിക്കാനുള്ള അടിയറ ശ്രമങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ട്. പുതുതായി പുറത്തുവിട്ട വീഡിയോയിലാണ് ഇത് സംബന്ധിച്ച വിവരമുള്ളത്. ടാബ്ലറ്റ് മടക്കുമ്പോൾ സ്മാർട്ട് ഫോൺ രൂപത്തിലേക്ക് മാറുന്നതും ഉപയോഗിക്കുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കാറുകൾക്ക് ഇനി കൂടുതൽ നികുതി നൽകേണ്ടി വരും. GSTക്ക് പുറമെ ഉറവിടത്തിൽ നിന്ന് നികുതി ഈടാക്കാനാണ് പ്രത്യക്ഷ നികുതി ബോർഡ് ആലോചിക്കുന്നത്. വിലയുടെ 1% നികുതി അധികമായി ഈടാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. മൊത്തം വിലയോട് ചേർത്ത് ഓട്ടോ ഡീലർ വഴിയായിരിക്കും ഇത് സമാഹരിക്കുക. ജെറ്റ് എയർവേസിന് SBI 1500 കോടി വായ്പ അനുവദിക്കുന്നു. ജനുവരി 8-ന് ജെറ്റ് എയർവേസ് കമ്പനി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ എയർലൈൻസുകളിലൊന്നായ ജെറ്റ് എയർവേസ് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ 1 മാസത്തിനുള്ളിൽ വിവിധ വകുപ്പുകളുടെ അനുവാദം ലഭിക്കുന്ന K-SWIFT സംവിധാനം പുറത്തിറങ്ങി. പൂർണ്ണ തോതിലുള്ള സാങ്കേതിക വിദ്യ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പുറത്തിറക്കും. 14 വകുപ്പുകളുടെ 29 സേവനങ്ങൾ ഈ സംവിധാനത്തിലൂടെ ലഭ്യമാക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനായി 2018-ൽ സെൻസർ ചെയ്യപ്പെട്ട മലയാള ചലച്ചിത്ര സംബന്ധിയായ പുസ്തകങ്ങളുടെയും സിനിമാ സംബന്ധിയായ ലേഖനങ്ങളുടെയും രചയിതാക്കളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി 31-ആണ്. ചലച്ചിത്രോത്സവങ്ങളിൽ മികച്ച പ്രതികരണം നേടിയ മമ്മൂട്ടിയുടെ തമിഴ് ചിത്രം പേരൻപിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ട്രെയിലർ പങ്കുവച്ചത്. ഫെബ്രുവരിയിൽ ചിത്രം റിലീസിന്. സണ്ണി വെയിൻ തമിഴിൽ അരങ്ങേറുന്ന ജിപ്സി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ജീവയാണ് ചിത്രത്തിൽ നായകനായെത്തുന്നത്. സഖാവ് ബാലൻ എന്ന കഥാപാത്രത്തെയാണ് സണ്ണി വെയിൻ അവതരിപ്പിക്കുന്നത്. നടൻ സലീം കുമാറിന്റെ അഭിനയത്തിന് വിദേശ സംഗീതജ്ഞനായ ആരാധകന്റെ ഗാനോപഹാരം. സംഗീതജ്ഞൻ ഗ്രേഡി ലോങ് ആണ് കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലൂടെ സലീമിന്റെ ആരാധകനായി മാറിയത്. ഗ്രേഡിക്കൊടുവിൽ സലീം കുമാറിനൊപ്പം ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനും അവസരം കിട്ടി. കേരളത്തിലെ രജനി ആരാധകർക്ക് നടൻ പൃഥ്വിരാജിന്റെ സർപ്രൈസ്. രജനീകാന്തിന്റെ പൊങ്കൽ റിലീസായ പേട്ട കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്. സ്റ്റീഫിന്റെ നിർമ്മാണ കമ്പനിയായ മാജിക് ഫ്രെയിംസുമായി സഹകരിച്ചാണ് പൃഥ്വിരാജ് പേട്ട വിതരണം ചെയ്യുന്നത്. ഓസ്കർ വേദിയിൽ നടനും ഹാസ്യതാരവുമായ കെവിൻ ഹാർട്ടിന്റെ ശബ്ദം വീണ്ടും മുഴങ്ങും. സ്വവർഗരതിക്കെതിരെയുള്ള ട്വീറ്റുകൾ വിവാദമായതിനെ തുടർന്ന് ഓസ്കർ അവാർഡ് ദിശയിൽ അവതാരകനാകില്ല എന്ന തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് നടനും ഹാസ്യതാരവുമായ കെവിൻ ഹാർട്ട് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ഒരുത്തി എന്ന ഹ്രസ്വചിത്രം. പ്രമേയത്തിലെ പുതുമ കൊണ്ട് വ്യത്യസ്തമായ ഒരുത്തിയുടെ സംവിധാനം ആഘേഷ് വൈഷ്ണവാണ് നിർവഹിച്ചിരിക്കുന്നത്. ബോബൻ സാമുവലും വരദയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. മതവും രാഷ്ട്രീയവും ഏതായാലും മനുഷ്യത്വമാണ് വലുതെന്നും അത് കൈവിടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നടൻ ടൊവിനോ തോമസ്. കൊല്ലത്ത് സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു ടൊവിനോ. സംഗീത സംവിധായകൻ ബിജിപാൽ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം ശ്രദ്ധയാകർഷിക്കുന്നു. നർത്തകിയും ബിജിപാലിന്റെ ഭാര്യയുമായ ശാന്തി ഹൈസ്കൂൾ പഠനകാലത്ത് എഴുതിയ സുന്ദരി എന്ന ചെറുകഥയ്ക്കാണ് ബിജിപാൽ ദൃശ്യഭാഷ ഒരുക്കിയത്. കഥയുടെ പേര് തന്നെയാണ് ചിത്രത്തിനുമുള്ളത്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. അബുദാബിയിൽ ഇന്ത്യൻ സമയം രാത്രി 9:30-ക്കാണ് മത്സരം. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരത്തിൽ UAEയും ബഹ്റൈനും സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. ഇംഗ്ലീഷ് FA കപ്പിൽ ചെൽസി 4-ാം റൗണ്ടിൽ കടന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് ചെൽസി തോൽപ്പിച്ചത്. സോൾഷെയറിന് കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപരാജിതരായി കുതിക്കുന്നു. FA കപ്പിൽ റീഡിംഗിന് എതിരില്ലാത്ത 2 ഗോളിനാണ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. റൊമേലു ലുക്കാക്കുവും യുവാൻ മാറ്റയുമാണ് സ്കോറർ. ബ്ലാക്ക്പൂളിനെ തകർത്ത ആഴ്സണലും FA കപ്പിന്റെ 4-ാം റൗണ്ടിൽ കടന്നു. എതിരില്ലാത്ത 3 ഗോളിനായിരുന്നു ഗണ്ണേഴ്സിന്റെ ജയം. 2018-ലെ മികച്ച ജർമ്മൻ താരമായി മാർക്കോ റോയിസിനെ തെരഞ്ഞെടുത്തു. ബയൺ മ്യൂണിക് താരം ജോഷുവ കിമ്മിച്ച് രണ്ടാമത്. ബംഗളൂരു ബുൾസ് പ്രോ കബഡി ലീഗ് ചാമ്പ്യന്മാർ. ഫൈനലിൽ ഗുജറാത്ത് ഫോർച്യൂൺ ജെയിൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഐ ലീഗിൽ 16-ാം വയസ്സിൽ ഗോൾ നേടി ഇന്ത്യൻ ആരോസിന്റെ രോഹിത് ദാനുവിന് റെക്കോർഡ്. ഐസോളിനെതിരെയായിരുന്നു രോഹിത്തിന്റെ ഗോൾ.
ഓപ്പൺ ടെന്നീസിൽ കിരീടം നിലനിർത്തി സ്വിറ്റ്സർലാൻഡ്. റോജർ ഫെഡറർ ബെൻസിച്ച് സഖ്യം ജർമ്മനിയെയാണ് മറികടന്നത്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ന്യൂസിലാൻഡിന്. രണ്ടാം ഏകദിനത്തിൽ ജയം 21 റൺസിന്. തിസാര പെരേര 74 പന്തിൽ 140 റൺസ് എടുത്തു. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൗണ്ട് അപ്പ് കാണാം.